കല്യാണത്തിന് ശേഷം എല്ലാവരുടെ ജീവിതം ഇങ്ങനെയാണെന്ന് തോന്നുന്നു മാറുന്നു. എനിക്കറിയില്ല, എൻ്റെ ജീവിതം മൊത്തത്തിൽ അങ്ങ് മാറി. പണ്ട് 9 മണിക്ക് എണീക്കുമ്പോഴും ഒന്നും തോന്നാറില്ലായിരുന്നു. ഇത്രയും നേരത്തെ എണീറ്റ്. ഇപ്പം 5 മണിക്ക് എണീറ്റാലും അയ്യോ എത്ര താമസിച്ച് എണീറ്റ് ലേറ്റായി അത് ഇതൊക്കെ ആലോചിക്കുവേ. അപ്പോൾ എനിക്ക് ഇവിടെ എണീറ്റ് കുറേ വീട്ടിലെല്ലാം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ കുഞ്ഞിനായിട്ട് കുളിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു, അതും കഴിച്ച ശേഷം സെൽഫ് കെയറിങ് ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ കുഞ്ഞിൻ്റെ കാരണം. അപ്പം ഈ സെൽഫ് കെയറിനകത്ത് ഈ ഒരു സാധനമേ ഉള്ളൂ, ഡീറ്റോക്സ് വാട്ടർ. അതും ഉണ്ടാക്കി കുഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജോലി. ചോറ് കറി എല്ലാം ഉണ്ടാക്കണം. പണ്ട് അമ്മ ഉണ്ടാക്കുമായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴോ കല്യാണത്തിന് ശേഷം എല്ലാവർക്കും വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നല്ല തണുത്ത ഒരു പൈനാപ്പിൾ പീസ് എടുത്ത് കഴിച്ച്. പിന്നെ ചോറുകളെല്ലാം ഉണ്ടാക്കി, നല്ല ചൂടായിരുന്നു. അപ്പം കുഞ്ഞിനെ ഇവിടെ കുളിപ്പിച്ച ശേഷം ഇവിടെ ഒരു കുഴിപ്പ്. ഇതാണ് എൻ്റെ താത്തനെയും കുളിപ്പിച്ച് കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഒരു സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴോ എൻ്റെ ബാക്ക് കവർ ഫോണിൻ്റെ അത് പിടിക്കുന്നില്ല ഇങ്ങോട്ട്. അപ്പം ഞാൻ വിചാരിച്ച് കുഞ്ഞ് ഉറങ്ങിയല്ലോ, അപ്പം നമുക്ക് പഴയ ഒരു ശീലം നമുക്ക് തുടർന്നാലോ. എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു ഇങ്ങനെ വരയ്ക്കണമെന്നൊക്കെ. ഇവിടെ ആണെങ്കിൽ ഇത് മറ്റേ ചൗമീനകത്ത് നോക്കിയപ്പോഴോ ഇവിടെ കരിവേപ്പില. അയ്യോ, ഞാനങ്ങ് മൊത്തത്തിൽ ഇതായല്ലോ. ഇവിടെ യൂസ് ചെയ്യാറുണ്ടോ? പണ്ട് യൂസ് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. അപ്പം നോക്കിയപ്പം കരിവേപ്പില. ഇതാണെങ്കിൽ നമ്മുടെ ഇവിടെ ബഗാനുണ്ടല്ലോ, ബഗാനെ എടുത്തുകൊണ്ട് വന്നേ. ഇത് മറ്റേ നമ്മുടെ തേയില വെള്ളം ഉണ്ടാക്കുന്ന കൃഷിയൊക്കെ ചെയ്യുന്ന ഇടം, അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. പിന്നെ അതും കഴിച്ചപ്പോഴത്തേക്ക് മൊത്തത്തിൽ അങ്ങ് ലോഡാണ്. ഒന്നാമത് ചൂട്, 2 ആഴ്ച കൊണ്ട് മഴയില്ല, ഭയങ്കരം ചൂട്. ഇത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി വേണ്ട, ഒന്നും ചോറൊന്നും കഴിക്കുന്നില്ല. ഇതാണെങ്കിൽ പഴം വെച്ചുണ്ടാക്കുന്നതാണ്. ഇതും കഴിച്ച് നമ്മുടെ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യും.